ജനകീയൻ ഇറങ്ങി നടക്കുകയാണ്. ഒപ്പം നിന്നവരോടും കണ്ണിലേക്ക് നോക്കാതെ പ്രതിഷേധിച്ചവരെയും അവഗണിച്ചുകൊണ്ട് നടന്നകലുകയാണ് നിത്യസുഷുപ്തിയുടെ ലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്. അരനൂറ്റാണ്ടിലധികം ജനസേവനത്തിന്റെ ഉദാത്തമായ മാതൃക കാട്ടി ഒരു വഴികാട്ടിയായി നിന്ന അത്ഭുത മനുഷ്യനാണ് യാത്രയായത്. വിവാദങ്ങളുടെ സർപ്പഭാഷങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുമ്പോഴും ക്ഷോഭിക്കാതെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവ് നിലകൊണ്ടത്. 1943 ഒക്ടോബർ മാസം 31 കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് ജനനം. ജനസേവനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് അങ്ങനെ KSU എന്ന പ്രസ്ഥാനത്തിലൂടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടു തുടങ്ങി. കോട്ടയം CMS കോളേജ് വരാന്തകളിൽ, മുറ്റങ്ങളിൽ, ക്ലാസ് മുറികളിൽ നിന്നെല്ലാം കുഞ്ഞുഞ്ഞ് വളരുകയായിരുന്നു. അവിടെ നിന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി തന്റെ മുന്നോട്ടുള്ള യാത്രയെ കൂടുതൽ എളുപ്പത്തിലാക്കി. പ്രസംഗവും നേതൃത്വവും കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഉമ്മൻചാണ്ടി എന്ന നേതാവ് വളരുകയായിരുന്നു, നിറഞ്ഞ തലപ്പക്കത്തോടെ തന്നെ. അങ്ങനെ ആദ്യമായി നിയമസഭയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് 1970-ലാണ്, സ്വന്തം പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് തന്നെ. അവിടെയാണ് അരനൂറ്റാണ്ട് കാലത്തെ ജൈത്രയാത്രയ്ക്ക് തുടക്കമാകുന്നത്. 77 ആദ്യമായി മന്ത്രിപദത്തിലേക്ക്, അതും കരുണാകരന്റെ മന്ത്രിസഭയിൽ. കരുണാകരൻ രാജിവെച്ചതിന്റെ പിന്നാലെ വന്ന ആദ്യ ആന്റണി മന്ത്രിസഭയിലും മന്ത്രിയായി തന്നെ ഉമ്മൻചാണ്ടി തുടർന്നു. മന്ത്രിയുടെ എല്ലാ സൗകര്യങ്ങളിലും അദ്ദേഹം സ്വന്തം ജനതയെ മറന്നില്ല. അപ്പോഴും ഒരു വെളിപ്പാടകലെ പുതുപ്പള്ളിക്കാർക്ക് അവരുടെ കുഞ്ഞുഞ്ഞുണ്ടായിരുന്നു. അതായിരുന്നു പുതുപ്പള്ളിക്കാരുടെ ആത്മവിശ്വാസവും. പിന്നീട് കരുണാകരൻ നയിച്ച മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തു. 4 തവണ മന്ത്രി. അവിടെ നിന്ന് AK ആന്റണിയുടെ രാജിയെ തുടർന്നാണ് ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉമ്മൻചാണ്ടി എത്തുന്നത്. 2004 മുതൽ 2006 വരെ 2 വർഷക്കാലം. പിന്നീട് 2011 വീണ്ടും മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുമ്പോൾ നിരവധി മാതൃകകൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. അതിവേഗം ബഹുദൂരം എത്താനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം എപ്പോഴും. നിരവധി ജനക്ഷേമ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമ്പോഴും അഴിമതിയുടെ ഒരിറ്റ കറ പോലും ആ കൈകളിൽ പുരണ്ടിട്ടില്ല. കേരളം അതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ജനസമ്പർക്ക പരിപാടി അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അത് കടലും കടന്നു പോവുകയായിരുന്നു. മൃതസഞ്ജീവനി പദ്ധതിയും ഉമ്മൻചാണ്ടി നടപ്പിലാക്കി. ഒടുവിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലേക്ക് ഉയർന്ന അദ്ദേഹത്തെ വീഴ്ത്താൻ ശത്രുപാളയത്തിൽ നീക്കം. പീഡനങ്ങൾ, ആരോപണങ്ങൾ. അപ്പോഴും ക്ഷുഭിതനാകാതെ ഉമ്മൻചാണ്ടി നിലകൊണ്ടു. എല്ലാം പൂർത്തിയാക്കി പടിയിറക്കം. വീണ്ടും നിയമസഭയിലേക്ക്. ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി തല ഉയർത്തി തിരിച്ചെത്തി. പക്ഷേ ഒന്നിലും തളരാതെ നിന്നിട്ടും, പാല് കൊടുത്തവർ തന്നെ തിരിഞ്ഞുകൊത്തിയിട്ടും തളരാത്ത മഹാവൃക്ഷം പക്ഷെ വീണുപോയി. ഇനി പുതുപ്പള്ളിയിലേക്ക് ആളും അമ്പാരിയും അംഗരക്ഷകരുമില്ലാതെ ഒരു വിളക്ക് ഓടിയെത്താൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് കുഞ്ഞുഞ്ഞ് യാത്രയായി കഴിഞ്ഞു. ഒരിക്കലും മായാത്ത ചിരിയുമായി, സ്നേഹം കൊണ്ട് ലോകം ജയിച്ച മഹാരാജാവ്.